പൂരപ്പറമ്പിലെ പൂരവിശേഷങ്ങൾ മാത്രം കണ്ടാൽ മതിയോ? ഈ പരിസരത്തുള്ള വീടുകളിലെ പൂര ഒരുക്കങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ? പൂര ഒരുക്കങ്ങളൊക്കെ എന്തായി? പൂരം ഒരുക്കങ്ങൾ രാവിലത്തെ പരിപാടികൾ ആരംഭിച്ചു. ഇനി ഉച്ചയ്ക്കുള്ള പരിപാടികൾ തുടങ്ങിയിട്ടില്ല. രാവിലെ ചായക്ക് ശേഷം ബാക്കി പരിപാടികളൊക്കെ തുടങ്ങും. പൂരത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടോ? ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും വിരുന്നുകാരൊക്കെ വരാറുണ്ട്. ഇത്തവണ എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. അവിടുന്ന് ആൾക്കാർ വരാറുണ്ട്. ഇത്തവണ വർക്കിംഗ് ഡേ ആവുക കാരണം കൊണ്ട് ഇത്തവണ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വീട്ടിൽ രാവിലെ ഞങ്ങളുടെ കൂട്ടുകാരികളാണ്. അപ്പോൾ വീട്ടിൽ രാവിലത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കി. എത്ര കാലമായി പൂരം? 40 വർഷമായി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായി. ആ വർഷങ്ങളിലൊന്നും മുടക്കാറില്ല, കാണാറുണ്ട്. ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയി ആനച്ചമയമൊക്കെ കണ്ടു. തിരുവമ്പാടി പോയി അവിടെ തൊഴുതു. ആനച്ചമയമൊക്കെ കണ്ട് അവിടെയൊക്കെ ഒന്ന് ആനകളെയൊക്കെ കണ്ടു. എല്ലാം കണ്ട് ആനയെ അലങ്കരിച്ച് ഇറക്കി ഷാളൊക്കെ ഇട്ട് ആനയെ ഇറക്കി കൊണ്ടുവരുന്ന എല്ലാം കണ്ടു. ഈ ഭക്ഷണത്തിന് പൂരത്തിന് ദിവസത്തിൽ ഇവിടെ എന്തെങ്കിലും ഭക്ഷണത്തിന് പ്രിയപ്പെട്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരുക്കുന്നുണ്ടോ? പ്രത്യേകമായിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവർക്കൊക്കെ നോണാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് അവർ വാങ്ങിച്ച് എന്തെങ്കിലും. പക്ഷേ നമ്മൾക്ക് പുരാതന കാലം മുതൽക്ക് രാവിലെ ഉച്ചയ്ക്കൊക്കെ ചക്ക, പിന്നെ മാമ്പഴം കറി, അതൊക്കെയാണ്. വിഷു പോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം. ഞങ്ങൾ പൂരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? തെക്കോട്ടുള്ള ഇറക്കം, കുടമാറ്റം, വർണ്ണശബളമായ തെക്കോട്ടുള്ള ഇറക്കം. ഞാൻ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. തൃശ്ശൂർക്കാരത്തിയാണ്. നോക്കാത്ത ദൂരത്തെ വീട്. പക്ഷേ ഞങ്ങൾ തൃശ്ശൂർ പൂരം പിറ്റേ ദിവസമാണ് കാണുള്ളൂ. പൂരത്തിൻ്റെ അന്ന് പോവില്ല. അന്ന് ആ ഒരു വർഷം അച്ഛൻ്റെ അച്ഛൻ കൊണ്ടുപോയിട്ട് കണ്ട്. ഭയങ്കര തിരക്കല്ല ഇപ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളങ്ങനെ പോയി കാണാറില്ല. അമ്മ പറഞ്ഞ പോലെ ഇവിടെ ന്യൂ ജനറേഷൻ ഉണ്ട്. നമുക്ക് അമ്മയുടെ മരുമക്കളുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം പൂരത്തിനെ കുറിച്ച്. പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലാണ്. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? തുടങ്ങി. രാവിലെ തുടങ്ങി. രാവിലെ തുടങ്ങി. എന്തൊക്കെയാ ഇന്നത്തെ പ്രത്യേകത? ഇന്ന് സാധാരണ നമ്മൾ നോണൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ തൊട്ടടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്. അതുകൊണ്ട് അവിടെ സഹസ്രനാമം വെക്കേണ്ട നാമജപമൊക്കെ ഉള്ള കാരണം കൊണ്ട് 30 വെള്ളിയാഴ്ചയാണെന്ന്. അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ നോൺ വെക്കില്ല. അപ്പോൾ പച്ചക്കറി, സാമ്പാർ, അവിയൽ അങ്ങനത്തെ കുറച്ച് വിഭവങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പൂരം കാണാൻ പോകാറില്ലേ? പോവാറുണ്ട്. ഇന്നത്തെ പൂരം കാണാൻ പോവാറില്ല. നാളത്തെ പൂരം കാണാൻ പോവാറുണ്ട് രാവിലെ. എന്താ പൊതുവേ ഈ ദിവസത്തെ പൂരത്തിന് സ്ത്രീകൾ പോവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പൊതുവെ നമ്മുടെ നാട്ടുകാർ അങ്ങനെ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പുറമെന്ന് വരുന്നവരല്ലേ കൂടുതൽ ഈ പൂരത്തിനധികം. ഇന്ന് പുറമക്കാരുടെ പൂരവും നാളെ ഈ നാട്ടുകാരുടെ പൂരവും അങ്ങനെയാണല്ലേ പറയുക. നാളത്തെ പൂരത്തിന് പോവാറുണ്ട്. പൂരത്തിന് പോകണ്ടേ? അതിന് റെഡി ആയതാണോ? ചെണ്ടൊക്കെ എന്താ ഇഷ്ടം പൂരത്തില്? മേളമാണോ ആനയാണോ? ആനയാണോ? ഏതാന ഇഷ്ടം? അങ്ങനെ പേരൊന്നും അറിയില്ല അല്ലേ? എല്ലാ ആനയും ഇഷ്ടല്ലേ? മേള ഇഷ്ടാണോ? മുട്ടാറുണ്ടോ? ഇവിടെ മുട്ടുന്ന ആളുണ്ടെന്ന് തോന്നുന്നു. ആളോട് ചോദിച്ചു നോക്കാം. ഏറ്റവും ഇഷ്ടം ആരെയാ? ഈ ചെണ്ട മുട്ടുമ്പം മനസ്സിൽ സ്വാഭാവികമായിട്ട് ഒരു പൂരത്തിനെങ്കിലും കൊട്ടണം എന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ട്. തോന്നാറുണ്ട്. പഠനത്തിന് പോയിട്ടില്ല. പിന്നെ അതിന് ശേഷം പോയിട്ടില്ല. അങ്ങനെ പോകാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. പൂരപ്പറമ്പിലെ വിശേഷങ്ങൾ മാത്രമല്ല, നമ്മൾ ഇവിടെ അടുത്തുള്ള വീടുകളിലെ പൂരവിശേഷമാണ് നമ്മൾ കണ്ടത്. എല്ലാവരും പൂരത്തിന് പോകാൻ വേണ്ടിയുള്ള ഒരുക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ പോയില്ലെങ്കിലും പൂരവിശേഷങ്ങൾ കേട്ടല്ലോ.